ഒരു കുട്ടിയെ മുന്നിൽ നിർത്തി നാടകം കളിക്കേണ്ട അവസ്ഥ എനിക്കില്ല. എന്താണെന്ന് വെച്ചാ ഇനി നിങ്ങൾ ഒരക്ഷരം മിണ്ടരുത് സുജാത ചേച്ചി. ഒന്നും പറയരുത്. അവൾക്ക് എന്തോ തെറ്റ് സംഭവിച്ചതാണ്. നിങ്ങളിത് വിട്ടേക്ക്. അതെ അമ്മേ, ശ്രീകരേട്ടന്റെ പേരിലും ആവിനയുടെ പേരിലും ഫ്യൂച്ചറില് ഇതുപോലൊരു റൂമർ സ്പ്രെഡ് ആകാതിരിക്കണമെങ്കിൽ അതിനൊരു പരിഹാരം ആലോചിച്ചേ പറ്റൂ. അതിന് എന്റെ അടുത്തൊരു പരിഹാരമുണ്ട്. ഇപ്പോ ഇതെന്റെ ഭാര്യ വീടാണ്. ഭാര്യാഗൃഹത്തിലേക്ക് ഭാവി മരുമകൻ ദേ എത്തി. പ്രയാസം ഏതും ഇല്ലാതെ വധുവിനെ തട്ടിക്കൊണ്ടുപോകും. ബലം പ്രയോഗിച്ച് കല്യാണം കഴിക്കും. വികാസിന്റെ പേര് പുറത്തു പറയാൻ ഇനിയും എന്തിനാ വൈകിക്കുന്നത്? ഒന്ന് പറ നിഹാരിക. പരിഹാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തോ വലിയ ഗ്യാപ്പ് ഇട്ടല്ലോ, അതെന്താന്ന് പറ. നീ പറയുന്ന കാര്യം അമ്മയ്ക്കും അച്ഛനും ഇഷ്ടപ്പെട്ട അവരൊക്കെ പറയും, ഇല്ലെങ്കിൽ നോന്ന് പറയും. അത്രയല്ലേ ഉള്ളൂ. ഉടനെ ആവിനയുടെ കല്യാണം നടത്തുന്നതാണ് പരിഹാരം. എന്റെ ചക്കര ആവണി, ഞാനിതാ എത്തി. ഇനി ഞാൻ ഈ ബോംബ് ഉപയോഗിക്കാൻ പോവാ. ഒരാളെ കണ്ടെത്താതെ കല്യാണം എങ്ങനെ നടത്തും നിഹാരിക? ആവിനയുടെ കല്യാണം നടത്താനുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു എന്ന് മുമ്പ് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നതാണല്ലോ. ഈ സുജാത പറഞ്ഞ ലക്ഷണങ്ങളൊത്ത ഒരാളെ കണ്ടെത്തുമെന്ന് വാക്കു പറഞ്ഞതാ. നിഹാരിക, എനിക്കിനി നിന്നെ വിശ്വസിക്കാനാവില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട കാര്യം ഞാൻ ചെയ്തോളാം. ഞാൻ ആവനിക്ക് ചേരുന്ന ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. ആളുടെ പേര് വികാസ്. വികാസ് എന്ന് പറഞ്ഞു എന്റെ അനിയനാ വേദവതി അമ്മേ. അന്നൊരിക്കല് അവൻ വീട്ടിൽ വന്ന ഓർമ്മയുണ്ടോ? അയ്യോ, ഗോഡ് ബ്ലസ് യു മോനെ. എഴുന്നേക്ക്. ആ, എനിക്ക് ഓർമ്മ കിട്ടി. അവൻ വളരെ നല്ല പയ്യനാ. ആ, അന്ന് എന്ത് മര്യാദയായിരുന്നു, എന്ത് വിനയായിരുന്നു. ദുബായില് സെറ്റിൽഡാ. കോടികളുടെ സമ്പാദ്യമുണ്ട്. കീഴില് കുറെ ജോലിക്കാര്, 10-20 കാറ്. ഞങ്ങളുടെ വിക്കിയുടെ റേഞ്ച് തന്നെ ഒന്ന് വേറെയാ. സുജാത ചേച്ചി എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് പറഞ്ഞിരുന്നോ, ഒരു ചെറിയ വ്യത്യാസം പോലും ഇല്ലാതെ എല്ലാം ഉണ്ട്. നൂലുണ്ടെങ്കിൽ പട്ടം കയ്യിൽ തന്നെ ഇരിക്കും,
നൂല് പൊട്ടിയാൽ പട്ടം പറന്നു പറന്നു പോകുന്നുള്ളത് കേട്ടിട്ടില്ലേ? ഞങ്ങളുടെ വിക്കിയും അതുപോലെ തന്നെയാ. എന്തൊക്കെയാണെങ്കിലും ആ നൂല് ഞങ്ങളുടെ കയ്യിൽ തന്നെയാ ഉള്ളത്. എന്റെ അനിയനായതുകൊണ്ട് മാത്രം പറയുന്നതല്ല. ദുബായിൽ സെറ്റിൽഡ് ആണെങ്കിലും ഇന്ത്യൻ ട്രഡീഷൻസ് ഒക്കെ നല്ലതുപോലെ അറിയാം അവന്. ഇതുകൊള്ളാം. എന്നെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ. ക്യാരക്ടറിനെ കുറിച്ച് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ കല്യാണം സെറ്റാവില്ലല്ലോ. അവനിക്ക് വികാസ് പെർഫെക്റ്റ് മാച്ച് തന്നെ ആയിരിക്കും. വിക്കിയായിട്ടുള്ള കല്യാണം നമുക്ക് നടത്താന്നേ. പൊരുത്തമുള്ള ജോഡിയായിരിക്കും. അതിന് അവൻ സമ്മതിക്കുമോ മോളെ? അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അവനെ പോലെ സുന്ദരിയായിട്ടുള്ളൊരു ട്രഡീഷണൽ പെൺകുട്ടിയെ ആരെങ്കിലും വേണ്ടെന്ന് വെക്കുമോ അമ്മേ? ആ കാര്യം ഒന്ന് പെട്ടെന്ന് നടന്ന പുണ്യം കിട്ടും നിനക്ക്. വീട്ടിൽ കുറച്ച് സമാധാനവും കിട്ടും. ഇല്ലെങ്കിൽ ഞാനിവിടെ എല്ലാ ദിവസവും തെങ്കാശിപ്പട്ടണം കണ്ടുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല, കല്യാണം കഴിയാത്തൊരു പെൺകുട്ടിയെ വീട്ടിൽ നിർത്തുന്നത് എന്തിനാണെന്നുള്ള ജനങ്ങളുടെയൊക്കെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും. കല്യാണ കാര്യത്തില് നമ്മൾ ആവനിയെ അനാവശ്യമായിട്ട് ഫോഴ്സ് ചെയ്യണമേ. ഇനി എത്ര കാലം ഇങ്ങനെ വീട്ടിൽ നിർത്താനാ ചേട്ടാ? നാട്ടുകാർ പറയുന്നതൊന്നും നിങ്ങളുടെ ചെവിയിൽ എത്തുന്നുണ്ടാവില്ല, പക്ഷേ ഞങ്ങളുടെ ചെവിയിൽ എത്തുന്നുണ്ട്. ആവനിയുടെ ചേട്ടൻ എടുക്കേണ്ട ഒരു ഡിസിഷൻ നമ്മൾ എങ്ങനെ എടുക്കുക? നമ്മൾ കണ്ടെത്തിയ ആള് നാളെ മുരളിക്ക് ഇഷ്ടമായില്ലെങ്കിലോ? മുരളിയോട് ഞാൻ സംസാരിക്കാൻ ശ്രീകർ. ബാധ്യത ഏറ്റെടുത്ത് നല്ല മുഹൂർത്തം നോക്കി കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞാ അവൻ എതിർക്കേണ്ട കാര്യമുണ്ടോ? എനിക്കെന്തോ ഇത് ശരിയായിട്ടൊന്നും തോന്നുന്നില്ല അച്ഛാ. ദയവ് ഇതിന്റെ കല്യാണക്കാരി ഒന്ന് മാറ്റിവെക്കോ? ഞാൻ എന്റെ ചേട്ടനോടൊന്ന് സംസാരിച്ച ശേഷം ഞാൻ എന്റെ തീരുമാനം അറിയിക്കാം. അതെങ്ങനെ ശരിയാകും അവനി? നീ എന്റെ ഭാര്യയാകണം. ആ, എന്റെ. ശരിയാ മോളെ, ഭാഗ്യം എപ്പോഴും നമ്മുടെ കഥകി വന്നു മുട്ടില്ല. അവനൊരു നല്ല പയ്യനാ. അവനെ കല്യാണം കഴിച്ചാ അത് നിന്റെ നല്ലതിനായിരിക്കും. പലപ്പോഴും നമുക്ക് വേണ്ടെന്ന് വെക്കാൻ 100 കാരണങ്ങളുണ്ടായിരിക്കും. ഒരുപക്ഷെ ചിലപ്പോൾ ഒരു കാരണവും ഉണ്ടായിരിക്കില്ല. അവള് നിന്റെ നന്മയെ ആഗ്രഹിക്കുന്നെ. അവളുടെ കൂട്ടുകാരി എന്നതിലുപരി അവളെ ചേച്ചിയെ പോലെയല്ലേ സ്നേഹിക്കുന്നെ. നീ ഒന്ന് പറ മോളെ. നീ പറഞ്ഞ അവള് കേൾക്കും. അവനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ ചോദിച്ച പോലെ വിക്കിക്കാണെങ്കിൽ എല്ലാ ക്വാളിറ്റീസും ഉള്ളതാണല്ലോ. എന്നാലും ദുബായ് എന്നുള്ള ആള് വേണ്ട. പിന്നെ ഏത് രാജ്യത്ത് നിന്നാ വേണ്ടത്? US നിന്നോ UK നിന്നോ? ഏത് രാജ്യത്ത് നിന്നാ വേണ്ടെന്ന് പറ. ഇതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത് പോലെയുണ്ട് വേദവതിയമ്മേ. ഇവരുടെ ആവശ്യം ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ആവനിയുടെ സ്ഥാനം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ വീട്ടിൽ അതിഥിയായിട്ട് നിൽക്കുന്നതാ. പിന്നെ എന്തിനാ അവൾക്ക് ഇത്ര അഹങ്കാരം? ഇത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഇതിൽ നിങ്ങൾ ഇടപെടണ്ട. തങ്കം പോലുള്ള ഒരു ആലോചന അത് വേണ്ടെന്ന് പറയുന്നത് എന്തിനാ? നിങ്ങളുടെ നല്ലതിനു വേണ്ടിയല്ലേ അവര് പറയുന്നേ. നിങ്ങളോട് ഇതിൽ തലയിടണ്ടെന്ന് പറഞ്ഞില്ലേ? നോക്കുമോളെ സുജാത, ശ്രീകരനെ അവനെയും കുറിച്ച് അനാവശ്യം പറയുന്ന സമയമായതുകൊണ്ട് തീർച്ചയായും ഈ സമയത്ത് നമ്മളൊരു തീരുമാനം എടുത്തേ പറ്റുമോളെ. നമ്മുടെ നേരെ വിരൽ ചൂണ്ടാനുള്ള യാതൊരു അവസരവും നമ്മൾ ആർക്കും കൊടുക്കരുത്. ഇത്രയും നല്ലൊരു ആലോചന എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? ഇത് വേണ്ടെന്ന് വെക്കാനുള്ള ഒറ്റ കാരണമെങ്കിലും പറ. ഞാൻ വേണ്ടെന്ന് വെക്കാം. അതല്ലാതെ ഇതൊരു കുട്ടിക്കളിയാണെന്ന് കരുതരുത്. നിങ്ങൾ കാരണം ഈ വീടിനോ എന്റെ മകന്റെ കല്യാണത്തിനോ എന്തേലൊരു ദോഷം സംഭവിച്ച ഞാനത് സഹിക്കില്ല.
ഇനിയും നിങ്ങൾ പറയുന്ന ഒരു അഭിപ്രായം എനിക്ക് കേൾക്കണ്ട. ഞാൻ ആജ്ഞാപിക്കുകയാണ്, നീ വികാസിനെ കല്യാണം കഴിച്ചേ പറ്റൂ. നിഹാരിക, ഞാനാ പറയുന്നത്. നീയും നിന്റെ പാരന്റ്സും ചേർന്ന് വികാസിനോടൊന്ന് സംസാരിക്ക, എന്നിട്ട് സമ്മതിപ്പിക്ക. അവനെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആരെങ്കിലും എതിർത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ശരി അമ്മേ, ഞങ്ങള് വികാസിനോട് സംസാരിച്ച് ആ ഗുഡ് ന്യൂസ് അറിയിക്കാം. നിനക്ക് നല്ലൊരു ആലോചന കൊണ്ടുവരുമെന്ന് അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വാക്ക് ഞാൻ പാലിക്കാൻ പോവുകയാണ്. നീയും എപ്പോഴും എന്നെ പോലെ സന്തോഷായിട്ട് ഇരിക്കണമെന്നേ എനിക്കുള്ളൂ ആവനി. ഇക്കാര്യത്തിൽ അമ്മ ഒരു തീരുമാനം ഉണ്ടാക്കിയ സ്ഥിതിക്ക് എല്ലാവരും ഞാൻ സ്നാക്സ് കഴിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. നിഹാരിക നല്ല സ്മൂത്തായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതുപയോഗിക്കേണ്ട ആവശ്യമില്ല. ആവനിക്ക് നല്ല ഷോക്കാ കൊടുത്തത്. ആ കുട്ടി എന്താ കല്യാണം കഴിഞ്ഞു എന്നത്ര ഉറപ്പിച്ചു പറഞ്ഞത്? അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല. ആ സുജാത കളിച്ച ഡ്രാമ ആയിരിക്കും അത്. ഉറപ്പാണോ മോളെ? ഉറപ്പാ. ശരിക്കും എന്റെ ചങ്ക് പൊട്ടിയ പോലെ തോന്നി. സൗമ്യയുടെ ലെറ്ററില് ശ്രീകരേട്ടൻ ആവനി ചെറിയമ്മന്നൊക്കെ എഴുതിയത് എന്തുകൊണ്ടായിരിക്കും? അവനെയും സുജാതയും ചേച്ചിയും അനിയത്തിയും പോലെയാണല്ലോ, അതുകൊണ്ടായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. വിക്കി, നീ വന്നത് ഞാൻ കണ്ടിരുന്നു. എന്നെ നീ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. എല്ലായിടത്തും കണ്ണാണോ നിനക്ക്? എന്തിനാ വന്നത്? ആരാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചേ? എന്നോടാരും വരാൻ പറഞ്ഞില്ല. എനിക്ക് തോന്നിയത് കൊണ്ട് വന്നതാ. അതുകൊണ്ടാ വന്നത്. എന്തിനാണെന്നാ ചോദിച്ചത്. എന്തെങ്കിലും ഒരു പ്ലാൻ ഇല്ലാതെ നീ ഇങ്ങോട്ട് വരില്ലല്ലോ. വളരെ വലിയൊരു പ്ലാനുമായിട്ട് വന്നതാ. കേട്ടാ നീ ഞെട്ടിപ്പോകും. എന്താ പ്ലാൻ? ഇതിന്റെ പേരാ സ്മോക്ക് ബോംബ്. സ്മോക്ക് ബോംബോ? അതെ. ഇത് കൈ പിടിച്ചോണ്ട് നടക്കുന്ന എന്തിനാ? ഫംഗ്ഷനിടക്ക് ആവണിയെ തട്ടിക്കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തത്. ഇത്ര ആൾക്കിടയിൽ വെച്ച് അവണിയെ തട്ടിക്കൊണ്ടുപോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അതുകൊണ്ട് ഇതുപയോഗിച്ച് എല്ലാവരും അൺകോൺഷ്യസ് ആയതിനു ശേഷം ഈസി ആയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാന്ന് വെച്ച് വന്നതാ. നിനക്കെന്താ വട്ടാണോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാ നീയും നിന്റെ കൂടെ ഞാനും എന്റെ പാരന്റ്സ് എല്ലാവരും ഒരുമിച്ച് ട്രാപ്പിലാകും. എനിക്ക് അവനിയെ വേണം. അവനിയെ കല്യാണം കഴിക്കണം. അത്രേ ഞാൻ ആലോചിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ആർക്ക് എന്ത് സംഭവിക്കും, മറ്റുള്ളവരുടെ അവസ്ഥ എന്താകുമെന്നൊന്നും ആലോചിച്ചില്ല. എനിക്കതിന്റെ ആവശ്യവുമില്ല. മണ്ടത്തരങ്ങൾ കാണിക്കരുത്. കഥ റൂട്ട് മാറിക്കഴിഞ്ഞാ ശ്രീകരന്റെ എന്റെയും കല്യാണവും അവനിയുടെ നിന്റെയും കല്യാണവും സ്വപ്നത്തിലല്ലാതെ ലൈവായിട്ട് ഒരിക്കലും നടക്കില്ല. നിന്നെ പോലൊരു സാഡിസ്റ്റും ആയിട്ട് ആവനിയുടെ കല്യാണം നടത്തുകയെന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമൊന്നും അല്ല. അതുകൊണ്ട് ഒരവസരം കാത്തു നിന്നതാ. ഇന്ന് അതിന് പറ്റി. അതുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അനൗൺസ് ചെയ്തേ. നീ അത് അനൗൺസ് ചെയ്തതുകൊണ്ടാ ഞാനിത് എറിയാഞ്ഞത്. നീ ആ കല്യാണക്കാര്യം പറയാൻ ഒരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഇത് ഞാൻ കത്തിച്ചെറിഞ്ഞാന്. പറഞ്ഞതല്ലേ, ഞാൻ മറ്റൊന്നും ആലോചിക്കില്ല. വരുന്നിടത്ത് വെച്ച് നേരിട്ടോളും. വലിയ കാര്യം ചെയ്യാൻ പോയത്. ഇനി മേലൊരു റോങ് സ്റ്റെപ്പ് പോലും വെക്കരുത്. സ്മൂത്ത് ആയിട്ട് പോകുന്ന കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് തന്നെ പൊയ്ക്കോട്ടെ.
ഈ കല്യാണം നടത്തുന്ന കാര്യത്തിൽ നീ എസ്കേപ്പിസം കാണിക്കുന്നുണ്ടെന്ന് സംശയത്തിൽ ചെയ്തു പോയതാ. നേരത്തെ നീ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസം തോന്നുന്നുണ്ട്. പെട്ടെന്ന് ഈ കല്യാണം നടക്കാൻ വേണ്ടത് ചെയ്യോ? വേദവതി വാക്ക് തന്നു കഴിഞ്ഞു. എന്ത് ചെയ്തു അവര് തന്ന വാക്ക് പാലിച്ചിരിക്കും. എത്രയും പെട്ടെന്ന് എൻഗേജ്മെന്റിനുള്ള ഒരുക്കങ്ങൾ നടത്താം. ഓക്കെ? ശരി ഡാർലിംഗ്, ബൈ. ഞാൻ കൊടുത്ത ഷോക്കിന് ഇപ്പൊ നമ്മുടെ ആവനി തകർന്ന് ഇരിക്കുകയായിരിക്കും. നീ ചെറിയ കുട്ടിയെ പോലെ വേണം പെരുമാറാൻ. വലിയ കാര്യങ്ങളിലും വലിയവരുടെ കാര്യങ്ങളിലും എന്തിനാ നീ തമാശ കാണിക്കുന്നേ? ലെറ്റർ എഴുതാൻ ആരാ പറഞ്ഞത്? നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യമാണോ ഇത്? നീ ഒപ്പിച്ച പണി കാരണം അവിടെ എന്താ സംഭവിച്ചെന്ന് കണ്ടല്ലോ. കല്യാണക്കാര്യം ആരും അറിയാത്തോണ്ടാ ചെറിയമ്മ ഇങ്ങനെ കരയുന്നത്. ചെറിയമ്മയുടെ കാര്യം പറഞ്ഞ് അമ്മ എപ്പോഴും വിഷമിക്കാറില്ലേ അമ്മ? നിഹാരികാന്റിയുമായി ചെറിയച്ഛന്റെ കല്യാണം കഴിഞ്ഞ ചെറിയമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തേ. നിങ്ങൾക്ക് നല്ലത് നടക്കാനാ ചെറിയമ്മ അങ്ങനെ ചെയ്തേ. ഇങ്ങനെ ആവുന്ന അറിയില്ലായിരുന്നു. സോറി ചെറിയമ്മ. എന്റെ തലവർ അങ്ങനെയാണ്. അതിന് നീ എന്ത് ചെയ്യാനാ സൗമ്യ മോളെ? ചെറിയ കുട്ടിയാണെങ്കിലും വലിയ മനസ്സോടെ നീ ആലോചിച്ചല്ലോ. നിന്റെ ആഗ്രഹം ആ ദൈവത്തിന് നിറവേറ്റാൻ കഴിഞ്ഞില്ല മോളെ. കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തി. ഹാമിനിയുടെ കാര്യത്തിൽ ഇനി എന്തു ചെയ്യണമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ശ്രീകർ. സൗമ്യ ചെയ്തതിൽ നന്മയും തിന്മയൊക്കെ പിന്നെ ആലോചിക്കാം. പക്ഷെ ഒരു വിധത്തില് നിനക്ക് വാ തുറന്ന് സത്യം പറയാനുള്ള അവസരം കിട്ടിയതായിരുന്നു. ആവനി നിന്റെ ഭാര്യയാണെന്ന് പറയാനുള്ള അവസരം ഇന്ന് ലഭിച്ചതല്ലേ? പക്ഷേ എന്നിട്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് നിനക്ക് കിട്ടിയ അവസരം ഉപയോഗിക്കാൻ പറ്റിയില്ല. നല്ലൊരു സന്ദർഭം നോക്കി എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം. ഇത്രയും തിരക്കിട്ട് പറഞ്ഞ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് അത് ചേച്ചിക്ക് അറിയുന്നല്ലേ? അവസ്ഥയും ഫലവും അമ്മയുടെ ജീവനും ഇതല്ലേ നിനക്ക് എപ്പോഴും പറയാനുള്ളൂ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. ലോകത്ത് ജീവനുള്ളത് നിന്റെ അമ്മയ്ക്ക് മാത്രമാണോ? സത്യം പുറത്തു പറഞ്ഞ അമ്മയുടെ ജീവൻ പോകുന്നു പറയുന്നു. വെറുതെ ഇരിക്കുമ്പോഴോ ഉറങ്ങിക്കിടക്കുമ്പോഴോ മേലോട്ട് പോകുന്നതും ജീവൻ തന്നെയല്ലേ? സുജാത ചേച്ചി, എന്താ ദേഷ്യം വരുന്നുണ്ടോ? എനിക്ക് എന്റെ നെഞ്ച് പെടഞ്ഞോണ്ടിരിക്കുക. ഇനി എന്റെ ജീവിതം തീർന്നെന്ന് കരുതി നിരാശ തോന്നിയിട്ട് നാളെ എന്റെ അനിയത്തി എന്തെങ്കിലും ചെയ്താ നീ എന്ത് ചെയ്യും? അവന് ധൈര്യമുള്ള കുട്ടിയാണ്. അവൾ ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചെയ്യില്ല. ആ ധൈര്യമാ നീ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നേ. നിന്റെ ഈ ഭീരുത്വം ഇവളെ പോലൊരു പെൺകുട്ടിയുടെ ജീവൻ എടുക്കുന്നതിന് മുമ്പ് നീ കണ്ണു തുറക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴെങ്കിലും ആവനി നിന്റെ ഭാര്യയാണെന്ന് പറയാനൊന്ന് ശ്രമിക്കേ. ആവനി, നിന്റെ ഭർത്താവിനെ ഞാൻ പറഞ്ഞത് കേട്ട് നീ വിഷമിക്കണ്ട. ഇങ്ങനെ മിണ്ടാതിരിക്കാതെ നിന്റെ ഭർത്താവിനെ നീ തന്നെ ചോദ്യം ചെയ്. നീ വെറുതെ ഇങ്ങനെ മിണ്ടാതിരുന്നാലേ മികച്ച രഹസ്യ സംരക്ഷക എന്ന അവാർഡേ നിനക്ക് ഒരാളും തരാൻ പോകുന്നില്ല. മനസ്സറിഞ്ഞ് ഇവളെ പ്രേമിച്ചു, ഒരു പ്രശ്നം വന്നപ്പോ താലി കെട്ടി. അതുകൊണ്ട് മാത്രം തികഞ്ഞോ നിന്റെ ജീവിതം? ലോകം എന്താണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. വാടി. നല്ല ആലോചനയെന്ന് പറഞ്ഞു എല്ലാവരും കൂടി എന്നെ കോർണർ ചെയ്തു. ഞാനതിന് സമ്മതിക്കില്ലെന്ന് പറയാൻ എനിക്കൊരു കാരണം വേണ്ട ശ്രീകരേട്ട. എന്ത് കാരണം ഞാൻ പറയണ്ടേ?
വാ. നമസ്കാരം ലോയർ സർ. ഇരുന്നുള്ളൂ പ്രസാദരാവ് സാർ. എന്താ വിളിപ്പിച്ചത്? നിങ്ങളുടെ അനിയത്തി സുഭദ്രയും അവരുടെ ഭർത്താവ് ത്രിനാഥ് റാവുമായിട്ടുള്ള പ്രോപ്പർട്ടിയുടെ കാര്യത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചിരുന്നു. ആ വിഷയത്തെക്കുറിച്ച് ഒന്നുകൂടെ സംസാരിക്കാനാണ് ഇപ്പൊ വിളിപ്പിച്ചത്. എന്തെങ്കിലും ശുഭവാർത്ത? 10 ദിവസത്തിനുള്ളിൽ ഫൈനൽ ഹിയറിംഗ് ഉണ്ടായിരിക്കും.